ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ബീട്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ബീട്രൂട്ട് ഉപ്പേരി ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഉപ്പേരിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടും മുട്ടയും വെച്ചിട്ടുള്ള ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ്. ഇത് അത്യാവശ്യം നമുക്ക് പറ്റുന്ന അത്രയും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഞാൻ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബീട്രൂട്ടിലേക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചിരവിയ തേങ്ങയിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോവണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീട്രൂട്ടിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ബീട്രൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് തേങ്ങയൊക്കെ ഒന്ന് ചൂടായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വന്നോളും. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് നടുവിൽ കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കുക. നമുക്കിതിലേക്ക് മുട്ട ചേർക്കാനുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും 2 നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ളതാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചതിന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ട് ഉപ്പേരിയുമായിട്ട് ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ട ചിക്കിയതും ബീട്രൂട്ടും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അവസാനമായിട്ട് നമ്മൾ ഈ കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ ചോറ് കൊണ്ടുവന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉപ്പേരിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.